ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രേഡ് ഫോർ ലിവിംഗിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ടോപ്പിക്കിനുള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ഷെയർ മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയ പുസ്തകങ്ങൾ, മലയാളത്തിലുള്ള പുസ്തകങ്ങൾ ഉണ്ടോ എന്ന്. തീർച്ചയായിട്ടും ഞാൻ രണ്ട് പുസ്തകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് പറയുന്നത് കോടീശ്വരനാകാൻ ഓഹരി നിക്ഷേപം, അലക്സ് കെ മാത്യൂസ് ആൻഡ് ഡോക്ടർ കെ ശശിധരൻ. മാതൃഭൂമിയിലേക്ക് കോളം എഴുതുന്ന ആൾക്കാരാണ്. അപ്പൊ ഇത് നമുക്ക് ഇവരാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്താ പറയുക, ആമസോണിൽ നിന്ന് അല്ലെങ്കിൽ ബുക്ക് സ്റ്റാളിൽ നിന്ന് കിട്ടും. മറ്റൊരു പുസ്തകം എന്ന് പറയുന്നത് ഓഹരി നിക്ഷേപം അറിയേണ്ടതില്ല 6 വർഷം. ഇതാണ് പുള്ളിയുടെ പേര്. അപ്പൊ ഇതിനാണ് അത്യാവശ്യം നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ എന്തൊക്കെയാണ് ട്രേഡിംഗ്, അല്ലെങ്കിൽ എന്താണ് ഇൻവെസ്റ്റ്മെന്റ്, അതിൽ എന്തൊക്കെയാണ് ബേസിക് ടേംസ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു മാർക്കറ്റ് ക്രാഷിൽ പ്രതികരിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നിക്ഷേപം നടത്തേണ്ടത്. മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് അത്യാവശ്യം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വെൽ ഗുഡ്, അത് വായിക്കുന്നത് നല്ലതായിരിക്കും. കഴിഞ്ഞ 6 ദിവസം കൊണ്ട് മാർക്കറ്റിൽ ഒഴുകിപ്പോയത് ഏകദേശം 11.4 ലക്ഷം കോടി രൂപയാണ്. പല കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് കൊറോണ വൈറസിന്റെ വ്യാപ്തി തന്നെയാണ്. ഏകദേശം 19 പരം രാജ്യങ്ങളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഗ്ലോബൽ റിസഷൻ വരുമോ എന്നൊരു ഭയം ഇൻവെസ്റ്റേഴ്സിലും അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിലും അല്ലെങ്കിൽ DAസിലും FIസിലും ഒക്കെ പ്രകടമായിട്ടുണ്ട്. അത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സ് ഭയങ്കരമായിട്ട് ഇത് സെൽ ഓഫ് നടത്തുകയാണ്. സെൽ ഓഫ് ചെയ്തിട്ട് ഗോൾഡിലോട്ടും അല്ലെങ്കിൽ ബോണ്ടിലോട്ടുമൊക്കെ ക്യാഷ് മാറ്റുന്ന ഒരു അവസ്ഥയാണ്. സോ തീർച്ചയായിട്ടും അത്രയും ഒരു നല്ല ഒരു സ്ഥിതിവിശേഷമല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചൈന ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ്. ഒരുപക്ഷെ 3000-ലധികം മരണങ്ങളാണ് ഇത് കാരണം ചൈനയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചൈനയിൽ നിന്നുള്ള ഉൽപാദനം അത് ഏകദേശം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ടൊരു സാധനം അയക്കുവാനോ അല്ലെങ്കിൽ ചൈനയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ബാറ്ററി, എസ്പെഷ്യലി ഇലക്ട്രിക് ബാറ്ററി, അതുപോലെ മറ്റു സാധനങ്ങളൊന്നും ഒരു രാജ്യങ്ങളിലോട്ടും കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് തീർച്ചയായിട്ടും ചൈനീസ് എക്കോണമിയെ ബാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയും ഭയങ്കരമായ ഒരു നല്ല അവസ്ഥയിലല്ല. അതുപോലെ തന്നെ CA അങ്ങനെയുള്ള ഇഷ്യൂസ് ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ വേൾഡ് എക്കോണമി അത്ര നന്നായിട്ടല്ല പോകുന്നത്. സോ മൊത്തത്തിൽ ഒരു മികച്ച അവസ്ഥയല്ല ട്രേഡേഴ്സിന്. എസ്പെഷ്യലി ഈ പറഞ്ഞ പുസ്തകങ്ങളിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരുപക്ഷെ വാരൻ ബഫറ്റും അല്ലെങ്കിൽ പീറ്റർ ലഞ്ചും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴാണോ മാർക്കറ്റിൽ ചോരപ്പുഴി ഒഴുകുന്നത് അപ്പോൾ നല്ല സ്റ്റോക്കുകൾ ഞാൻ പിക്ക് ചെയ്യും. അതുപോലെ തന്നെ എപ്പോഴാണോ എല്ലാവരും ഗ്രീഡി ആകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള സ്റ്റോക്കുകൾ വിറ്റൊഴിയും. അപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ളത് 2 കാര്യമാണ്. ഒരുപക്ഷെ നമ്മളിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിൽക്കുന്ന പലരുടെയും കയ്യിൽ മ്യൂച്വൽ ഫണ്ടുകൾ കാണും. അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളിൽ 15-20% പ്രോഫിറ്റിൽ നിൽക്കുവാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കത് വിറ്റ് മാറാം. കുറച്ചുകൂടി ഡിപ്പാകുമ്പോൾ എൻട്രി ചെയ്യാം, അല്ലെങ്കിൽ ആ പൈസ ഉപയോഗിച്ച് നല്ല നല്ല സ്റ്റോക്കുകൾ ബോട്ടം ലെവലിൽ മേടിച്ചിടാൻ സാധിക്കും. അതുപോലെ തന്നെ അത് മ്യൂച്വൽ ഫണ്ട് പ്രോഫിറ്റബിൾ ആണ് എങ്കിൽ മാത്രം. ഈ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് പ്രോഫിറ്റ് അല്ല ലോസിൽ നിൽക്കുവാണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏക കാര്യം എന്ന് പറയുന്നത്. ബിക്കോസ് ഇപ്പോൾ അതിന്റെ ലെവലെല്ലാം കുറഞ്ഞു നിൽക്കുവാണ്. എനിക്ക് പല മ്യൂച്വൽ ഫണ്ടുമുണ്ട്. ആക്സിസ് ലോങ് ടേം ഇക്വിറ്റി, അല്ലെങ്കിൽ ടാറ്റ ഫോക്കസ്ഡ് ഇക്വിറ്റി ഫണ്ട്, SBI ബ്ലൂ ചിപ്പ്, അല്ലെങ്കിൽ SBI മിഡ് ക്യാപ്, HDFC മിഡ് ക്യാപ് ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ ഒരുപാട് നല്ല മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പൊ അതില് നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കി പ്രോഫിറ്റ് ആണെങ്കിൽ കുറേശ്ശെ ബുക്ക് ചെയ്ത് ഇറങ്ങുക. ഇനി അത് വലിയ നേട്ടം ഒന്നും എത്തിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിലോട്ട് ചെറുതായിട്ട് മണി പമ്പ് ചെയ്യുക. അതാണ് ഒരു ഓപ്ഷൻ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല സ്റ്റോക്കുകളും അതിന്റെ ബോട്ടം ലെവലിൽ കിട്ടുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കോടക് മഹീന്ദ്ര, അതുപോലെ SBI, ICICI ബാങ്ക്, അത് ഒരുപാട് നല്ല ഷെയർസ് ഒക്കെ ഉണ്ട്. കിട്ടുകയാണെങ്കിൽ കയ്യിൽ ഫ്രീ ആയിട്ടുള്ള പൈസ ഉണ്ടെങ്കിൽ കുറേശ്ശെ നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക, അക്യുമുലേറ്റ് ചെയ്യുക. എല്ലാം ഒരുമിച്ച് അക്യുമുലേറ്റ് ചെയ്യരുത്. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു എന്താ പറയുക, ഒരു കോഷ്യസ് അപ്രോച്ച് ഉണ്ടായിരിക്കണം. ബിക്കോസ് ഇപ്പൊ SBI കിടക്കുന്നത് 310-ലാണെങ്കിൽ അത് ഒരുപക്ഷെ 230 അല്ലെങ്കിൽ 240 എത്താനുള്ള പോസിബിലിറ്റികളും അതിന്റെ ഒരു ബോട്ടം ലെവൽ ഇനിയും പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ പൈസയും ഒരുമിച്ച് കൊണ്ടിടുന്നത്. നെവർ പുട്ട് ഓൾ എഗ്സ് ഓൺ സെയിം ബാസ്കറ്റ് എന്ന് പറയുന്നത് പോലെ. അതുപോലെ മാർക്കറ്റ് ഇടിയുന്നതിനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് FIS ക്യാഷ് പുൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് 1000-2000 കോടി വെച്ചിട്ടാണ് അവർ പുൾ ചെയ്യുന്നത്. സോ അതൊരു നല്ല ലക്ഷണമല്ല. അതുപോലെ തന്നെ മാർക്കറ്റ് ഒരു പീക്കിൽ എത്തിയിട്ടാണ്
12,500 പോയി ഇപ്പോൾ ഏകദേശം 11,000 അടുപ്പിച്ചെത്തി, അല്ലെങ്കിൽ ആ ഒരു ലെവലിലെത്തി നിൽക്കുവാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ 12,500 മേളിൽ വന്നാൽ മാത്രമേ ഒരു നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ 12,500 എന്ന് പറയുന്നത് ഒരു ബാലികേറ മല തന്നെയാണ്. ബിക്കോസ് നമ്മൾ 12,500 മേളിൽ എത്തിയതിനു ശേഷം ഒരു കറക്ഷൻ വന്നിട്ടാണ് താഴോട്ട് വന്നത്. അപ്പോൾ തന്നെ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റ് പീക്കിൽ നിൽക്കുവാണ്, ബി കോഷ്യസ്. സോ പീക്കിലൊന്നും കയറി മേടിച്ചിട്ടില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ SIP അപ്രോച്ച് വെച്ചിട്ട് മാർക്കറ്റിൽ ഓരോ ഡിപ്പ് കിട്ടുമ്പോഴുമാണ് നമ്മൾ മാർക്കറ്റിൽ നല്ല സ്റ്റോക്കുകൾ ആഡ് ചെയ്യേണ്ടത്. ഒരുപക്ഷെ കൂടുതൽ സ്റ്റോക്കുകൾ നമ്മുടെ പോർട്ട്ഫോളിയോ ഷോർട്ട് മാറേണ്ട ഒരു ആവശ്യമൊന്നും വരുന്നില്ല. നമ്മൾ എന്താ പറയുന്ന ഈ 2008 ക്രാഷിനെ ഉർവശി ശാപം ഉപകാരപ്രദമാക്കി മാറ്റിയ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കറിയാം. ഇവൻ എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ അറിയാം. അദ്ദേഹം 2008 PF നിന്ന് അദ്ദേഹം 3.5 ലക്ഷം രൂപയും കൊണ്ട് ലോൺ എടുത്തു. എന്തോ ഒരു കാര്യത്തിന് ലോൺ എടുത്തു, അതുകൊണ്ട് സ്റ്റോക്കിൽ ഇടുക ചെയ്തു. അത്യാവശ്യം നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, പെന്നി സ്റ്റോക്കൊന്നുമല്ല. അദ്ദേഹം, നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, അദ്ദേഹം ഇട്ടിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 6-7 ലക്ഷം രൂപ വരെ അദ്ദേഹത്തിന് 2-3 വർഷത്തോളം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി. അപ്പൊ അതൊക്കെയാണ്, അതൊരു നല്ലൊരു എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ PF നിന്ന് ലോൺ എടുക്കണമെന്നോ അല്ലെങ്കിൽ പൈസ കടം മേടിക്കണമെന്നോ ലോൺ എടുക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. സോ ദിസ് ഇസ് എ സിറ്റുവേഷൻ. അപ്പോ ഈ ഒരു മാർക്കറ്റിലെ ഈ ഒരു ബോട്ടം ഔട്ട് സിറ്റുവേഷനെ ഉപയോഗിക്കുക, നല്ല സ്റ്റോക്കുകൾ മേടിക്കുക, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോട്ട് ക്യാഷ് പമ്പ് ചെയ്യുക. ഇതൊരു അവസരമായിട്ട് എടുക്കുക. നമുക്ക് എപ്പോഴും ഒരുപക്ഷെ ട്രേഡേഴ്സിന് ഇത് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല, ബിക്കോസ് അവർക്ക് പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കണമെന്നുള്ള രീതിയിൽ ഒരുപാട് പൈസ നഷ്ടപ്പെടുത്തുന്ന ആൾക്കാരാണ് ട്രേഡേഴ്സ്. പക്ഷേ ഞാനും ഒരിക്കൽ ട്രേഡിങ്ങിന് അഡിക്റ്റ് ആയിട്ട് ഉള്ള ഒരാളായിരുന്നു. എന്തായാലും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നല്ല ഒരു സമയമായിരിക്കാം വരുന്നത്. ബിക്കോസ് നമ്മളിപ്പോൾ നിക്ഷേപിക്കുന്ന പൈസ ഒരു 2-3 വർഷത്തേക്ക് മാറ്റിയിടുകയാണെങ്കിൽ, ഇനി ഈവൻ ഗ്ലോബൽ എക്കോണമി മികച്ചതാവുകയും അല്ലെങ്കിൽ കൊറോണ വൈറസ് നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുകയും ചെയ്താൽ 2-3 മാസം കൊണ്ട് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. നമുക്കിപ്പോ വാങ്ങുന്ന വിലയേക്കാൾ ഒരു 10-30% നമുക്ക് പ്രോഫിറ്റ് ഉടനെ കിട്ടാനും സാധ്യതയുണ്ട്. സോ പാനിക് ആവേണ്ട ആവശ്യമില്ല. വാരൻ ബഫറ്റ് പറയുന്നത് പോലെ മറ്റുള്ളവർ ഗ്രീഡി ആകുമ്പോൾ ഞാൻ വിൽക്കുന്നു, അതുപോലെ തന്നെ മറ്റുള്ളവർ പേടിക്കുമ്പോൾ, ഫിയർ ആൻഡ് ഗ്രീഡ് ആണല്ലോ മാർക്കറ്റിലെ ഏറ്റവും വലിയ പ്രതിഭാസം. ഇമോഷണൽ സിറ്റുവേഷൻ എന്ന് പറയുന്നതാണല്ലോ. അപ്പോൾ ഈ ഒരു ഫിയർ എന്നുള്ള ഇമോഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിപരമായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ സാധിച്ചാൽ നല്ല നല്ല സ്റ്റോക്കുകൾ മേടിച്ചു വയ്ക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു മാർക്കറ്റിലെ ഒരു നെഗറ്റീവ് അവസ്ഥയെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ ഡേറ്റ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാങ്കിങ് മേഖലയിലോട്ടേക്ക് ഒരുപാട് ക്യാഷ് എത്തുന്നു എന്നുള്ള ഒരു ന്യൂസാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ 2008 പോലത്തെ ഒരു റിസഷനോ അല്ലെങ്കിൽ ഒരു ക്രാഷോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ബിക്കോസ് ഇപ്പോൾ നമ്മുടെ FISനേക്കാളും DAS വളർന്നു വരുന്ന ഒരു അവസ്ഥയാണ്. ഈവൻ FIS ഒന്നും മേടിച്ചില്ലെങ്കിൽ പോലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇന്ത്യക്കാർ മാറിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മാറിക്കഴിഞ്ഞു. ഒരുപക്ഷെ നമ്മുടെ എല്ലാ വീടുകളിലും മ്യൂച്വൽ ഫണ്ടിലോട്ട് പൈസ പമ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ SIPയിലൂടെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകാരെല്ലാം DASും മറ്റുമൊക്കെ വളരെ തന്ത്രപരമായി കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ കഴിയുന്നവരാണ്, അറിയാവുന്നവരാണ്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം ഒരു ചാകര, ആരോ പറയുന്നത് പോലെ നല്ല നല്ല ഷെയറുകൾ ചാകരയായിട്ട് കിടക്കുവാണ്. എന്താ പറയാ, 500 കിടന്ന ടാറ്റ മോട്ടോഴ്സ് ഇപ്പോ 130യിലും, അതുപോലെ തന്നെ 500 കിടന്ന സെയിൽ ഇപ്പോ 230-200ലും, അതുപോലെ തന്നെ പല സ്റ്റോക്കുകൾ 1700 കിടന്ന കൊടക് മഹീന്ദ്ര ബാങ്ക് ഇപ്പോ 1500-1600 റേഞ്ചിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ അൾട്രാടെക് സിമെന്റ് ഇപ്പോഴും 10-400 രൂപ കുറഞ്ഞ് നിൽക്കുന്നു. അതുപോലെ ഡോക്ടർ റെഡ്ഡി. അപ്പൊ ഇതെല്ലാം ഇപ്പോഴും ഒരു നല്ലൊരു ഡിപ്പ് നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു അവസ്ഥ കൂടി ആയപ്പോ ഒന്നുകൂടി ഒന്ന് ഇടിഞ്ഞു, ഡിസ്കൗണ്ട് വാല്യൂ ഒരുപാട് കൂടി. ഈവൻ ITC ഒക്കെ 185-180 ആ ലെവൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഷെയർ ആണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ പാനിക് സെല്ലിംഗ് ഒഴിവാക്കുക. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ലിവറേജ് നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ലിവറേജ് വെച്ചുകൊണ്ടിരിക്കുന്നത് സേഫ് അല്ല. നമുക്കറിയാം, പലരും, ഞാൻ ഉൾപ്പെടെ, നമ്മൾ പലരും ചെറിയ ചെറിയ ലിവറേജ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. പക്ഷെ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോഴത്തെ അവസ്ഥയിൽ. കാരണം മാർക്കറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യാം. ഇപ്പൊ തന്നെ SGX ഭയങ്കരമായിട്ടുള്ള VIX ഭയങ്കര ഒരു ചാഞ്ചാട്ടം നടത്തുകയാണ്. അതുപോലെ തന്നെ നമുക്കും ഇത് VIXന്റെ ഒരു ഭയങ്കരമായ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ദർശിക്കാൻ സാധിക്കും. സോ ഇതൊക്കെയാണ് മാർക്കറ്റിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. സോ ഒരു കോഷ്യസ് അപ്രോച്ചാണ് നമ്മൾ എടുക്കേണ്ടത്.
നേരത്തെ പറഞ്ഞതുപോലെ ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു ചാൻസ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ട്രേഡേഴ്സിന് നമ്മൾ വളരെ കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ചാണ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് കാരണം. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി വരുന്നവരെ ഗുഡ് ബൈ.